മലയാളത്തിൽ കോമഡി സിനിമകൾ കുറഞ്ഞു എന്നും കോമഡി സിനിമകളുടെ സാധ്യത കുറഞ്ഞു എന്നും പലരും പറഞ്ഞൊരു സമയത്താണ് ആട് 3, വാഴ 2, ഭരതനാട്യം 2 അഥവാ മോഹിനിയാട്ടം എന്നീ സിനിമകൾ ഒരേ സമയം തിയേറ്ററിൽ എത്തുകയും വലിയ വിജയമാകുകയും ചെയ്തത്. അതിൽ വാഴ, മോഹിനിയാട്ടം എന്നീ സിനിമകൾ ആദ്യ ഭാഗങ്ങളെക്കാൾ നന്നായി എന്ന പ്രേക്ഷക അഭിപ്രായവും വരുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് സത്യത്തിൽ മലയാളം കോമഡി ചിത്രങ്ങളിൽ പുതിയൊരു ലാൻഡ്മാർക്കാണ് മോഹിനിയാട്ടം എന്നാണ്. ആദ്യ ഭാഗമായ ഭരതനാട്യത്തിൽ നമ്മൾ കണ്ട കഥാപരിസരത്തെ മോഹിനിയാട്ടത്തിൽ പുതിയ കഥാപാത്രങ്ങളും കഥാപരിസരവുമായി നന്നായി തന്നെ വിളക്കി ചേർക്കാൻ ചിത്രത്തിന് അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോഹിനിയാട്ടം സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ആദ്യ ഭാഗത്തിൽ അച്ഛന്റെ രണ്ടാം വിവാഹത്തെ പറ്റി നാട്ടുകാരറിയാതെ ഇരിക്കാൻ കഷ്ടപ്പെടുന്ന കുടുംബമാണെങ്കിൽ മോഹിനിയാട്ടത്തിൽ അതേ അച്ഛന്റെ കുറച്ചുകൂടി വലിയ ഉടായ്പകൾ എങ്ങനെ നാട്ടുകാരെ അറിയിക്കാതെ നോക്കാം എന്ന പ്രശ്നത്തെയാണ് കുടുംബം നേരിടുന്നത്. ആ അച്ഛൻ ചെയ്ത കാര്യങ്ങളെ വെറും ഉടായ്പ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. കള്ളപ്പണം വെളുപ്പിക്കാൻ അമ്പലം കെട്ടി അതിനെ ചുറ്റിപ്പറ്റി കഥകളും ആചാരങ്ങളും വരെ ഉണ്ടാക്കിയ ഭരതൻ നായർ സത്യത്തിൽ വെറും ഉടായ്പല്ല, ഒരു ഒന്നൊന്നര ഉടായ്പാണ്. സിനിമയുടെ മെയിൻ പ്ലോട്ട് പോയിന്റ് കലാരഞ്ജിനിയുടെ നേതൃത്വത്തിൽ സൈജു കുറുപ്പ് ഒഴികെയുള്ള കുടുംബം ചേർന്ന് സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച നക്കി ഗോവിന്ദനെ ചെറുതായി കഴുത്തൊടിച്ച് കൊല്ലുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നാം ഭാഗത്തിൽ ഒരു അവിഹിതം ഒളിപ്പിക്കാൻ ശ്രമിച്ച കഥ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു കൊലപാതകം ഒളിപ്പിക്കുന്ന റേഞ്ചിലേക്ക് മാറുന്നു. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഗാലോസ് ഹ്യൂമർ ജോൺറിയിൽ പറഞ്ഞു പോകുന്ന ഒരു ദൃശ്യമാണ് മോഹിനിയാട്ടം. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഡെപ്തും ആ കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ അഭിനേതാക്കളുമാണ് മോഹിനിയാട്ടത്തെ ഒരു മികച്ച സിനിമയാക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. സിനിമയിലെ നായകനായ സൈജു കുറുപ്പ് ചെയ്ത ശശി സത്യത്തിൽ ഭരതൻ നായരുടെ ഗുണങ്ങളെല്ലാമുള്ള ഒരു വിത്താണ്. ഒന്നാം ഭാഗത്തിൽ ആൾക്കാരെ പറ്റിക്കാൻ ഗ്രഹപൂജ തുടങ്ങുന്ന ശശിയുടെ അച്ഛൻ രണ്ടാം ഭാഗത്തിൽ ആൾക്കാരെ പറ്റിക്കാൻ അമ്പലം തുടങ്ങിയ ഭരതൻ നായരാണെന്ന് കാണുമ്പോൾ ടാങ്കിലുള്ളത് പൈപ്പിൽ വരൂ എന്ന പഴഞ്ചൊല്ല് കൂടിയാണ് അന്വർത്ഥമാകുന്നത്. സൈജു കുറുപ്പിന്റെ കഥാപാത്രത്തെ പുറമേ നിഷ്കളങ്കനായ എന്നാൽ കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ഹ്യൂമർ ടച്ചുള്ള ജോർജ് കുട്ടിയായി അവതരിപ്പിക്കുമ്പോൾ മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും സമാനമായ ഓരോ ട്രെയ്റ്റ് ഉണ്ടെന്ന് സിനിമയിൽ കാണാം. ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്ത് സിനിമയിലേക്ക് കടന്നു വരുന്ന സുരാജ് വെഞ്ഞാറമൂട് ചെയ്ത കഥാപാത്രം ഒരു സെൽഫിഷ് ആയ ഉഡായിപ്പ് ക്യാരക്ടർ ആകുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും അതേ ലെങ്ത് ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് കാണാം. അയാൾ ആ സിനിമയിൽ എല്ലാവരോടും സംസാരിക്കുന്നത് പണത്തെപ്പറ്റി മാത്രമാണ്. അതിൽ തന്നെ ഭീഷണി എപ്പോഴും ഉണ്ട്. ആകെ സൗമ്യമായി പെരുമാറുന്നത് തന്റെ സിംബ എന്ന നായയോടും ബേബി ജീൻ ചെയ്ത സുഭാഷ് എന്ന കഥാപാത്രത്തോടും ആണ്. അതിൽ തന്നെ സുഭാഷിനോടുള്ള സൗമ്യതയ്ക്ക് കാരണം അവനെയും പറ്റിക്കാനാണെന്ന് പിന്നീട് സിനിമയിൽ പറയുന്നുണ്ട്. ഇത്തരമൊരു കഥാപാത്ര നിർമ്മിതി സത്യത്തിൽ ഈ സിനിമയുടെ വളരെ ബ്രില്യന്റ് ആയ ഒരു അപ്രോച്ചാണ്. ഗോവിന്ദൻ എന്ന സുരാജിന്റെ കഥാപാത്രം ഒരു ദിവസം അപ്രത്യക്ഷമായാൽ അതിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആർക്കും ഒരു വേവലാതിയും ഇല്ല. ആകെയുള്ളത് അനന്തരവനായ സുഭാഷിന് മാത്രമാണ്. അതും ഒരു പോയിന്റിൽ ഇല്ലാതെയാകുന്നു. എന്നാൽ ഗോവിന്ദൻ ആത്മാർത്ഥമായി സ്നേഹിച്ച സിംബയ്ക്ക് അയാളെ കാണാത്തത് വിഷമമുണ്ട്. അതുകൊണ്ടാണ് സിംബ ബിഗിലായി അയാൾക്ക് വേണ്ടി ഇറങ്ങുന്നത്. സിനിമയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ബേബി ജീൻ ചെയ്ത സുഭാഷ് ജൂനിയർ. സുരാജ് അവതരിപ്പിച്ച ഗോവിന്ദന്റെ മരുമകനായ സുഭാഷ് അമ്മാവന്റെ എല്ലാ ഉടായ്പും ഉള്ള ഒരു കഥാപാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് ടീമിൽ വേണമെങ്കിലും ജൂനിയർ സുഭാഷ് കളിക്കും. പക്ഷെ കളിക്കുന്ന സമയത്ത് അയാൾ 100% പ്രൊഫഷണലുമായിരിക്കും. അമ്മാവനെ കാണാനില്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സംശയമുള്ള സൈജു കുറുപ്പിന്റെ ജാതകം വരെ തപ്പിപ്പോയി ഗ്രഹപൂജയുടെ ഡീറ്റെയിൽസ് വരെ എടുത്ത ജൂനിയർ സുഭാഷ് അമ്മാവൻ തനിക്കിട്ടും പണിയുകയാണ് എന്നറിഞ്ഞ ആ മൊമെന്റിൽ മറുകണ്ഠം ചാടി അമ്മാവനെ തട്ടിയവർക്കൊപ്പം കൂടുന്നു. ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം ചിത്രത്തിൽ ഉടനീളം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് മീറ്ററിൽ അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നത് ബേബി ജീൻ എന്ന പുതുമുഖ നടന്റെ കഴിവ് തന്നെയാണ്. എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ത്രൈവിംഗ് ഫാക്ടർ എന്നത് കലാരഞ്ജിനി അവതരിപ്പിച്ച സരസ്വതി അമ്മയുടെ കഥാപാത്രമാണ്. ആദ്യ ഭാഗത്തിൽ തന്നെ ഒരു സിനിമാ നിർമ്മാണത്തിനിടെ നഷ്ടപ്പെട്ട അവരുടെ ശബ്ദത്തെ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച അണിയറ പ്രവർത്തകർ മോഹിനിയാട്ടത്തിൽ സരസ്വതി അമ്മയുടെ ശബ്ദത്തെ മാത്രമല്ല ചേഷ്ടകളെയും ചിരിയെയും എന്തിന് പല്ല് തേപ്പ് വരെ ബ്രില്യന്റ് ആയി ഉപയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സിനിമയിലെ മോഹിനീശ്വരി ദേവിയായി കൂടി കാണിക്കുന്ന സരസ്വതി അമ്മയുടെ പ്രവർത്തനങ്ങളിലും ഒരു ദൈവികത നമുക്ക് കാണാം. അത് ചിലപ്പോൾ ഗോവിന്ദരാജയുടെ കഴുത്തൊടിക്കുന്ന ഉഗ്രകോപ രൂപിയായും അല്ലെങ്കിൽ അതേ ഗോവിന്ദരാജയുടെ ബോഡി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വഴിയറിയാതെ നിൽക്കുന്ന കുടുംബത്തിന് മുമ്പിൽ ഭരതൻപിള്ള ഉണ്ടാക്കിയ ഐതിഹ്യത്തിൽ വഴിമുട്ടി നിന്ന ശ്രീരാമന് വഴികാട്ടിയ മോഹിനീശ്വരി ദേവിയെ പോലെ മക്കളെ ബോഡി ഇതുപോലെ കൊണ്ടുപോകാതെ ഇരുന്നാൽ പോരെ എന്ന ഒറ്റ ചോദ്യത്തിൽ വഴികാട്ടുന്നതിലും കാണാം. അങ്ങനെ മൊത്തത്തിൽ ഒരു ദൈവികത നിറഞ്ഞ കഥാപാത്രമായിരുന്നു കലാരഞ്ജിനിയുടേത്. മലയാള സിനിമയുടെ ഔദ്യോഗിക വഴിപോക്കൻ എന്ന് തമാശയ്ക്കും ചിലപ്പോഴൊക്കെ കളിയാക്കിയും വിളിച്ച മലയാളി പ്രേക്ഷകരിലേക്കാണ് നന്ദു പൊതുവാളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമായി മോഹിനിയാട്ടത്തിലെ അശോകൻ മാറുന്നത്. വളരെ സീരിയസ് ആയി കോമഡി ചെയ്യുക എന്ന ദൗത്യമാണ് അദ്ദേഹം സിനിമയിൽ ചെയ്തു വെച്ചത്. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കഥാപാത്രമായാണ് ജൂനിയർ സുഭാഷിനെ ഉണ്ടാക്കിയതെങ്കിലും ആ ജൂനിയറിനെ കടത്തിവെട്ടുന്ന കുബുദ്ധിയുമായാണ് അഭിരാം രാധാകൃഷ്ണൻ സീനിയർ സുഭാഷായി വന്നത്. വളരെ മൈന്യൂട്ടായ എക്സ്പ്രഷൻസ് ഇട്ട് കഥാപാത്രത്തെ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അല്ലെങ്കിലും ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി കൊലപാതകത്തിൽ സഹായിക്കാൻ മനസ്സുള്ള സുഭാഷിനെ അങ്ങനെയല്ലാതെ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നതാണ് സംശയം. സത്യത്തിൽ അഭിനേതാക്കളെ പറ്റി പറയാനാണെങ്കിൽ ഈ സിനിമയിലെ ഏകദേശം എല്ലാവരെയും പറ്റി പറയേണ്ടി വരും. സുരാജ് ഡെഡ് ബോഡി ആയി വരെ മനോഹരമായി അഭിനയിച്ചു. ഇനി മോഹിനിയാട്ടത്തെ നമ്മുടെ സിനിമാ ചർച്ചകളിൽ സജീവമാക്കുന്ന ചില എലമെന്റ്സ് പറയാം. ഈ സിനിമയുടെ ജോൺറയിലേക്ക് സ്പൂഫ് എന്ന പേര് കൂടി ചേരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളുടെ റെഫറൻസുകൾ അതിഗംഭീരമായി മോഹിനിയാട്ടത്തിൽ ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ്. ദൃശ്യം, ദശരഥം, ഹൃദയം, ഇഷ്ടം, ഏഴാം അറിവ്, കുഞ്ഞിക്കൂനൻ, അനിയത്തിപ്രാവ്, വേഷം, മഹേഷിന്റെ പ്രതികാരം, കൂലി എന്ന് തുടങ്ങി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റെഫറൻസുകൾ വെച്ച സിനിമകളിൽ ഒന്നായി മോഹിനിയാട്ടം മാറുന്നു. മോഹിനിയാട്ടത്തിന്റെ മറ്റൊരു പോസിറ്റീവ് എന്താണ് തങ്ങൾ
ചെയ്യുന്നത് എന്ന് ഇത്രയും ധാരണയോടെയും ബോധ്യത്തോടെയും പണിയെടുത്ത ഒരു ക്രൂ ആണ് സിനിമയുടേത് എന്നതാണ്. തിരക്കഥയിലേക്ക് വന്നാൽ ഒന്നാം ഭാഗത്തിൽ സ്വാഭാവികമായി തേങ്ങ വീണ് മരിക്കുന്ന ഭരതൻ നായർ സത്യത്തിൽ ഒരു വ്യാജ അമ്പലം ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് വെറുതെ തലയിൽ തേങ്ങയേറ് കൊള്ളിച്ചതിന്റെ ഭാഗമായാണ് തേങ്ങ തലയിൽ വീണ് മരിച്ചത് എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ പറ്റി എന്നത് എഴുത്തിലെ ഒരു ബ്രില്യൻസ് ആണ്. മുൻപ് സൂചിപ്പിച്ച ശശിയുടെ ഗൃഹപൂജ ഉടായിപ്പും രണ്ടാം ഭാഗത്തിൽ തന്തയുടെ വിത്ത് എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കി. സുരാജിന്റെ കഥാപാത്രം വീട്ടിലേക്ക് വരുമ്പോൾ ഭരതൻ പിള്ളയുടെ അസ്ഥി ഒഴുക്കാൻ പുഴയിലേക്ക് താനും വരാമെന്ന് പറയുന്നുണ്ട്. ആ സീനിനെ വേണമെങ്കിൽ ഒരു ഫോർ ഷാഡോയിങ് ആയി കാണാം. കാരണം പടം അവസാനിക്കുമ്പോൾ ഭരതന്റെ അസ്ഥി ഒഴുക്കുമ്പോൾ കൂടെ ഗോവിന്ദരാജയും അസ്ഥിയായി കൂടെയുണ്ട്. ചെക്കൗസ് ഗൺ എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഈ സിനിമയിലും അത്തരം ഒരു എലമെന്റ് നമുക്ക് കാണാം. അതാണ് ഗോവിന്ദൻസ് കുക്കർ. സിനിമയിൽ എവിടെയെങ്കിലും നിങ്ങൾ കുക്കർ കാണിച്ചാൽ പടം അവസാനിക്കും മുമ്പ് ആ കുക്കർ വിസിലടിക്കണം എന്ന നിയമം കൃത്യമായി സിനിമ പാലിച്ചു. കൊലപാതക പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനായി കലാരഞ്ജിനി ചെയ്ത അമ്മ വേഷം മക്കളെ ഉപദേശിക്കുന്നത് അച്ചപ്പവും മുറുക്കുമായി പോലീസിനെ ചെന്ന് കാണാനാണ്. ശ്രദ്ധിച്ചു കണ്ടാൽ ആ സീനിന് മുമ്പും ശേഷവും ഒക്കെ ആ വീട്ടുകാരും വീട്ടിൽ വരുന്നവരും ഒക്കെ കഴിക്കുന്നത് അച്ചപ്പവും മുറുക്കുമാണെന്ന് കാണാം. ജെൻസിയുടെ പോപ്പ് കൾച്ചറിൽ ഒഴിച്ചുകൂടാനാകാത്ത ചാറ്റ് ജിപിടിയും സിനിമയിൽ ഇടയ്ക്ക് വന്ന് ചിരിപ്പിച്ചിട്ട് പോകും. എന്തിനധികം പറയുന്നു, സിനിമയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശ്രീരാമന് ശബ്ദം നൽകാൻ ജിസ് ജോയ് അഥവാ അല്ലു അർജുൻ വന്നു എന്നത് തന്നെ തിയേറ്ററിൽ ചിരി പടർത്തിയത് തിയേറ്ററിൽ എന്ത് വർക്കാകുമെന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത സംവിധായകന്റെ കഴിവാണ്. അങ്ങനെ മലയാളത്തിൽ ഒരു ഹാസ്യപ്രധാനമായ സിനിമയ്ക്ക് കിട്ടാവുന്ന പെർഫെക്റ്റ് തിരക്കഥകളിൽ ഒന്നായി മോഹിനിയാട്ടം മാറുന്നുണ്ട്. ഒരു ചെറിയ പ്രശ്നമായി തോന്നിയത് ചില കോമഡികൾ റിപ്പീറ്റ് ചെയ്യുന്നത് പേഴ്സണലി അത്ര ഏറ്റില്ല എന്നതാണ്. ഉദാഹരണത്തിന് വക്കീലിനെ വിളിച്ച് തങ്ങളും കുടുങ്ങുമോ എന്ന് ഓരോ കഥാപാത്രവും ഒന്നിനു പുറകെ ഒന്നായി ചോദിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നന്നായി കണ്ട് ആസ്വദിച്ച ഒരു സിനിമയാണ് മോഹിനിയാട്ടം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.